ജോഷില ഡിവൈഎഫ്ഐയുടെ രാപ്പകൽ സമരം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സമരത്തിന് വേദിയാകുകയാണ്. IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി വരാനിരിക്കുന്നു. വാദം പൂർത്തിയായി. ഇപ്പോഴും അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നു NM വിജയനാണ് ഇക്കാര്യത്തിൽ തെറ്റുകാരൻ. NM വിജയന്റെ നേരെ കൊലപാതക കുറ്റം വരെ ചുമത്തണം. മകനെ കൊന്നിട്ടാണ് NM വിജയൻ ആത്മഹത്യ ചെയ്തത്. അതിനാൽ തന്നെ NM വിജയനെതിരെ കൊലപാതക കുറ്റം ചുമത്തണം. വലിയ അഴിമതി തട്ടിപ്പ് NM വിജയൻ നടത്തിയിട്ടുണ്ട്. അതിന് കൂട്ടുനിൽക്കാത്തതിലുള്ള ഭീഷണിയാണ് തങ്ങൾക്കെതിരെ വരുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പ് പോലും ഭീഷണി കത്ത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇന്നലെ ഫോൺ സംഭാഷണങ്ങളും ഡയറി കുറിപ്പുകളും ഒക്കെ പ്രോസിക്യൂഷൻ ഹാജരാക്കുന്നു. പക്ഷേ അത് തങ്ങൾക്കെതിരെയുള്ള തെളിവല്ല, അത് ഭീഷണിയാണ് എന്ന ഒരു വാദത്തിൽ നിലപാടിൽ പിടിച്ചു നിൽക്കുകയാണ് IC ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ. തീർച്ചയായും മിഷ, നമ്മൾ മാത്രം ചെയ്ത ഒരു വാർത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരണം, NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന IC ബാലകൃഷ്ണൻ MLA ആണ് തന്റെ മരണത്തിന് ഉത്തരവാദി. അതുപോലെ തന്നെ DCC പ്രസിഡന്റ് അടക്കമുള്ള ND അപ്പച്ചൻ അടക്കമുള്ള ആളുകളാണ്, KK ഗോപിനാഥ് അടക്കമുള്ള ആളുകളാണ് തന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് മരിച്ച മകനെ കൂടി മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ NM വിജയന്റെ മരണത്തെക്കുറിച്ചും കൊന്നിട്ടും മതിയാകാതെ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുൻകൂർ ജാമ്യ ഹർജിയിലുള്ള വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നിരുന്നു. ആ സമയത്തെല്ലാം IC ബാലകൃഷ്ണന്റെ അഭിഭാഷകനായാലും അതുപോലെ തന്നെ KK ഗോപിനാഥിന്റെ അഭിഭാഷകനായാലും ND അപ്പച്ചന്റെ അഭിഭാഷകനായാലും പറഞ്ഞത് NM വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു. മരിച്ചിട്ടും കൈവിടാതെ NM വിജയനാണ് കുറ്റക്കാരൻ, NM വിജയൻ അഴിമതിക്കാരനാണ്, അതുപോലെ തന്നെ NM വിജയന്റെ മകനെ കൊന്ന പാപിയാണ്, കൊലപാതകയാണ് എന്ന് NM വിജയനെ വിശേഷിപ്പിക്കുകയാണ് IC ബാലകൃഷ്ണന്റെ അഭിഭാഷകനടക്കം ചെയ്തിരുന്നത്. മരിച്ചിട്ടും കൊലപാതകയും അഴിമതിക്കാരനും കള്ളനുമാക്കി മാറ്റുന്ന രീതിയിലേക്ക്, സ്വന്തം പാർട്ടിയുടെ സഹപ്രവർത്തകനെ മാറ്റുന്ന രീതിയിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. ആ സമയത്താണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ഒരു രാപ്പകൽ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐ പറഞ്ഞിരിക്കുന്നത് IC ബാലകൃഷ്ണൻ രാജിവെക്കുക എന്നുള്ളതാണ്. കൊലപാതകത്തിന് ഉത്തരവാദിയായ IC ബാലകൃഷ്ണൻ MLA രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ മുതൽ ഡിവൈഎഫ്ഐ ഇവിടെ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ഞങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഈ ഒരു സമരത്തിന്റെ ലക്ഷ്യങ്ങളും അതുപോലെ എങ്ങനെയാണ് സമരം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഉള്ള കാര്യങ്ങൾ ചോദിക്കാം. എന്തായാലും പ്രക്ഷോഭത്തിലേക്ക് മാത്രമേ ഇനി മുന്നോട്ട് കൊള്ളൂ. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെ, ഇതിൽ പ്രതികളായ കോൺഗ്രസ് നേതാക്കളെ കൃത്യമായി ശിക്ഷിക്കുന്നത് വരെ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രഖ്യാപനം ഇന്നലെ ഇവിടെ ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സനോജ് അടക്കം, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് അടക്കം പ്രഖ്യാപിച്ചതാണ്. ഇനി എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സമരവുമായി മുന്നോട്ട് പോവുക എന്ന് ഫ്രാൻസിസിനോട് ചോദിക്കാം. ഫ്രാൻസിസ്, എങ്ങനെയാണ് ഈ ഒരു സമരവുമായി ഡിവൈഎഫ്ഐ എങ്ങനെയാണ് ഇതുമായി മുന്നോട്ട് പോകുന്നത്? ഈ വിഷയം ഉണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ സമരം ഏറ്റെടുത്ത സംഘടനയാണ് ഡിവൈഎഫ്ഐ. അതിൻ്റെ വിവിധ തരത്തിലുള്ള സമരങ്ങൾ ഡിവൈഎഫ്ഐ അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ഒരു രാപ്പകൽ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെന്ന് കൃത്യമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ വയനാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിനകത്ത് നേതൃത്വം കൊടുത്തത് ബത്തേരി MLA കൂടിയായിട്ടുള്ള IC ബാലകൃഷ്ണനാണ്. IC ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ DCC പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ടാണ് ഇത്തരമൊരു അഴിമതിക്ക് കളമൊരുക്കിയിട്ടുള്ളത്. ആ അഴിമതിക്ക് കളമൊരുക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷറർ കൂടിയായിട്ടുള്ള NM വിജയനും അദ്ദേഹത്തിൻ്റെ മകനും മരണപ്പെടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഈ മരണത്തിനും അതുപോലെ തന്നെ ഈ അഴിമതിക്കും നേതൃത്വം നൽകിയ IC ബാലകൃഷ്ണൻ രാജിവെക്കുന്ന വരെയുള്ള ഐതിഹാസികമായിട്ടുള്ള സമരങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും. ഒപ്പം ജില്ലയിലെ DCC പ്രസിഡൻ്റായിട്ടുള്ള ND അപ്പച്ചൻ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള ഈ പ്രതിപ്പട്ടികയിലുള്ള ഈ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി സ്വീകരിക്കുന്നവരെയുള്ള നിരന്തരമായിട്ടുള്ള സമരങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞു വെച്ചൊരു കാര്യം,
ഈ NM വിജയൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പുവരുത്തുന്നവരെയുള്ള സമരവും ഇതിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവവാസങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് എന്ന നിലയ്ക്ക് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്കകത്ത് മുൻപ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇന്ന് വയനാട് ജില്ലയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു അഴിമതിക്ക് അരങ്ങൊരുക്കിയിരിക്കുന്നത്. ഇത്തരം നിലപാടുകൾ കോൺഗ്രസ് കേരളത്തിനകത്ത് മറ്റ് ബാങ്കുകൾക്കും അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കുകൾക്കകത്തും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹമായി തിരിച്ചറിയുകയും അവരെ ഒറ്റപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സമീപനം കൂടി സ്വീകരിക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇത് തന്നെയാണ് പറയാനുള്ളത്. IC ബാലകൃഷ്ണന്റെ രാജി അത് കാണുന്നത് വരെ പ്രക്ഷോഭം വയനാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് പ്രക്ഷോഭം കൊണ്ടുപോകും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും, അതിൽ വിധി പറയും എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും സ്വന്തം പാർട്ടി പ്രവർത്തകൻ അദ്ദേഹം മരിക്കാനിടയായത് പാർട്ടിയിൽ ഉണ്ടാക്കിയ കടക്കണി മൂലമാണ്. എന്നാൽ ഈ പാർട്ടി ഉണ്ടാക്കിയ കടക്കണി മൂലം മരിക്കുമ്പോഴും അദ്ദേഹത്തെ കൊലപാതകയും കള്ളനുമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ജോഷ്ല, ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന ഒരു നിലപാട്, കാരണം IC ബാലകൃഷ്ണൻ MLA ഏത് തരത്തിലും പ്രൊട്ടക്ട് ചെയ്യുക, പിന്തുണയ്ക്കുക എന്നുള്ള നിലപാട് തന്നെ. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ K സുധാകരനോട് മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒളിവിൽ കഴിയുന്നത് സ്വാഭാവികമല്ലേ, എത്ര നിസാരമാണ് കോൺഗ്രസിന് ഈ കാര്യങ്ങൾ, രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ആളാണ് ഒളിവിൽ കഴിയുന്നത് എന്ന് പോലും വിസ്മരിച്ചാണ് KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന്, ഉത്തരവാദിത്തപ്പെട്ട KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. ഇതുവരെയും വയനാട് MP ഇക്കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായിട്ടില്ല. ഒരു പ്രതികരണം MP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കടുവയുടെ വിഷയത്തിലാണെങ്കിലും IC ബാലകൃഷ്ണന്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് വളരെ വ്യക്തമായി പൊതിഞ്ഞു പിടിക്കുകയാണ് IC ബാലകൃഷ്ണനെ. അത്ര ഒരു കൊലക്കുറ്റമാണ് അദ്ദേഹത്തിന് പേരിൽ വരുന്നത്. വൻ കോഴ അഴിമതി, ബത്തേരി അർബൻ സഹകരണ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോഴ വെട്ടിപ്പടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തിനാണ് കോൺഗ്രസ്സുകാർ ഈ IC ബാലകൃഷ്ണൻ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ വലിയ പിന്തുണ IC ബാലകൃഷ്ണൻ അവിടെ ലഭിക്കുന്നുണ്ട്. ഇന്നലെ പ്രോസിക്യൂഷന്റെ വാദത്തിന് എതിരായിക്കൊണ്ടായിരുന്നു വലിയ വാദഗതികൾ അവർ ഉയർത്തിയത്. വിജയനാണ് ഇതിലെ പ്രതി, NM വിജയന് കൊലക്കുറ്റം ചുമത്തണം, അദ്ദേഹം മകനെ കൊന്നിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നതടക്കമുള്ള വാദഗതികൾ, അത് ഭീഷണിയാണ്. കോൺഗ്രസിന് ഒരു തരത്തിലും കോൺഗ്രസ് അവിടെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടില്ല. വളരെ സേഫാക്കി വെക്കുകയാണ്, വെള്ളപൂശി വെക്കുകയാണ് IC ബാലകൃഷ്ണനെ കോൺഗ്രസ് നേതൃത്വം വയനാട്ടിൽ. കോൺഗ്രസിന്റെ ഏറ്റവും വികൃതമായ മുഖം അത് തന്നെയായിരുന്നു NM വിജയന്റെ മരണത്തിന് കാരണം എന്നുള്ളതാണ്. NM വിജയനെ കടക്കെണിയിലാക്കിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് അത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് എന്നുള്ള മറുപടി അത് ഏത് ആളുകളിൽ നിന്നും ലഭിക്കാവുന്ന മറുപടിയാണ്. എന്നാൽ ഇതൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് 17 ആളുകളിൽ നിന്നും ഉദ്യോഗാർത്ഥികളിൽ നിന്നും വാങ്ങിയ പണം അത് NM വിജയൻ വാങ്ങിയതാണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിവെക്കുകയും അതുപോലെ തന്നെ ഒരു BJP-യുടെ ഭരണത്തിലിരുന്ന ഒരു ബാങ്ക്, ആ ബാങ്കിന്റെ ഭരണം പിടിച്ചെടുക്കാനായി 32 ലക്ഷം രൂപ NM വിജയൻ അർബൻ ബാങ്കിൽ നിന്നും കടമെടുക്കുകയും ഇത് പിന്നീട് ഈ ബാങ്ക് പിന്നീട് BJP-ക്ക് തന്നെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇതിൽ NM വിജയനെ സഹായിക്കാൻ കോൺഗ്രസ് നേതൃത്വം പിന്നീട് തയ്യാറാവുന്നില്ല. 65 ലക്ഷം രൂപയായി ഈ കടം വർദ്ധിക്കുന്നു. ഇതൊക്കെ താൻ എന്ത് ചെയ്യും എന്ന് DCC നേതൃത്വത്തിനോട് ചോദിക്കുമ്പോൾ ചെയ്യാം എന്ന് പറയുകയല്ലാതെ ഇതിൽ ഒരു മാറ്റവും വരുത്താൻ അവർ തയ്യാറാവുന്നില്ല, സഹായിക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം KPCC പ്രസിഡന്റിനടക്കം അദ്ദേഹം സമീപിക്കുന്ന ഒരു രീതി കൂടി ഉണ്ടായി. എന്നിട്ട് പോലും കൈവിടുന്ന അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. അതിനിടെ കോടതിയിൽ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട്, പാർട്ടിയുടെ തന്നെ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് 12 ലക്ഷം രൂപ കടമായി വരുന്നു. ഇതിലൊക്കെ തന്നെ പാർട്ടി കൈവിടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ നിയമനം സംബന്ധിച്ചും 7 വർഷം കൃത്യമായി ജോലി ചെയ്ത ബാങ്കിൽ നിന്നും ഡിസബിലിറ്റിയുള്ള ഒരു മകനെ പറഞ്ഞുവിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും DCC-യുടെ ട്രഷറർ ആയിരുന്നു എന്നുള്ള പരിഗണന പോലും നൽകാതെ പറഞ്ഞുവിടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം
ഉണ്ടാകുമെന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് പോലും അദ്ദേഹത്തെ മരിക്കുന്നത് വരെ അഴിമതിക്കാരനല്ലാത്ത NM വിജയനെ, മരിക്കുന്നത് വരെ കള്ളനല്ലാത്ത NM വിജയനെ അവസാനം മരിച്ചതിന് ശേഷം കോടതിയിൽ വന്ന് കള്ളനെന്നും അഴിമതിക്കാരനെന്നും ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും IC ബാലകൃഷ്ണൻ MLA അടക്കം ഈ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായും ആത്മഹത്യാക്കുറിപ്പ് വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വയനാട് ഒരു വലിയ പ്രക്ഷോഭത്തിന് സാക്ഷിയാകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഡിവൈഎഫ്ഐയുടെ ഈ സമരം നമുക്ക് കാണിച്ചു തരുന്നത്. വിനിഷ. ശരി, PV ജോഷിലെയാണ് ഡിവൈഎഫ്ഐയുടെ രാപ്പകൽ സമര പന്തലിൽ നിന്നും ഈ വാർത്തയുടെ സമഗ്ര വിശദാംശങ്ങൾ പങ്കുവച്ചത്.